ദിവസം 35. ഇന്നത്തെ വചന വായനയുടെ പാഠങ്ങൾ. പുറപ്പാട് പുസ്തകം 13, 14 അധ്യായം, ലേവ്യരുടെ പുസ്തകം 10 അധ്യായം, സങ്കീർത്തനങ്ങൾ 53. നമുക്ക് വചന വായന ആരംഭിക്കാം. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. പുറപ്പാട് അധ്യായം 13. കർത്താവ് മോശയോട് ഇപ്രകാരം നിർദ്ദേശിച്ചു: ഇസ്രായേല്യരിൽ മനുഷ്യർക്കിടയിലും മൃഗങ്ങൾക്കിടയിലും ഗർഭപാത്രം തുറക്കുന്ന ഓരോ കടിഞ്ഞൂലിനെയും എനിക്കായി വിശുദ്ധീകരിക്കുക. അവൻ എനിക്കുള്ളതാണ്. മോശ ജനത്തോട് പറഞ്ഞു: ഈജിപ്തിൽ നിന്ന്, അടിമകളുടെ ഭവനത്തിൽ നിന്ന് നിങ്ങൾ പുറപ്പെട്ട ഈ ദിവസം അനുസ്മരിക്കണം. എന്തെന്നാൽ കർത്താവാണ് കരബലത്താൽ നിങ്ങളെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവന്നത്. പുളിപ്പുള്ളത് ഭക്ഷിക്കപ്പെടരുത്. ആബീബ് മാസത്തിലെ ഈ ദിവസമാണ് നിങ്ങൾ പുറപ്പെട്ടത്. കാനാന്യർ, ഹിത്യർ, അമോര്യർ, ഹിവ്യർ, ജബൂസ്യർ എന്നിവരുടെ നാട്ടിലേക്ക്. കർത്താവ് നിനക്ക് നൽകാനായി നിന്റെ പിതാക്കന്മാരോട് ശപഥം ചെയ്ത പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് അവിടെ നിന്ന് നിന്നെ പ്രവേശിപ്പിച്ചു കഴിയുമ്പോൾ ഈ മാസത്തിൽ ഈ അനുഷ്ഠാനം നീ നിർവഹിക്കണം. 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം നീ ഭക്ഷിക്കണം. 7-ാം ദിവസം കർത്താവിന്റെ തിരുനാളാണ്. 7 ദിവസത്തേക്ക് പുളിപ്പില്ലാത്ത അപ്പമേ ഭക്ഷിക്കാവൂ. പുളിപ്പുള്ളത് നിന്റെ പക്കൽ കാണപ്പെടരുത്. പുളിമാവ് നിന്റെ പക്കൽ നിന്റെ അതിർത്തിയിലെങ്ങും കാണരുത്. ആ ദിവസം നിന്റെ മകനോട് നീ ഇപ്രകാരം വിവരിക്കണം: ഇത് ഈജിപ്തിൽ നിന്നുള്ള എന്റെ പുറപ്പാടിൽ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചതിനെ പ്രതിയാണ്. ഇത് കർത്താവിന്റെ നിയമം നിന്റെ അധരത്തിൽ ഉണ്ടായിരിക്കേണ്ടതിന് നിനക്ക് നിന്റെ ഭുജത്തിൽ ഒരടയാളമായും കണ്ണുകൾക്കിടയിൽ ഒരു സ്മാരകമായും ഭവിക്കും. എന്തെന്നാൽ കർത്താവാണ് ശക്തമായ കരത്താൽ നിന്നെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത്. കാലങ്ങൾ തോറും ഈ ചട്ടം അതിന്റെ നിശ്ചിത സമയത്ത് നീ ആചരിക്കണം. നിന്നോടും നിന്റെ പിതാക്കന്മാരോടും ശപഥം ചെയ്തതുപോലെ കർത്താവ് നിന്നെ കാനാന്യരുടെ ദേശത്ത് പ്രവേശിപ്പിക്കുകയും അത് നിനക്ക് നൽകുകയും ചെയ്യുമ്പോൾ ഓരോ കടിഞ്ഞൂലിനെയും, നിനക്കുള്ള മൃഗത്തിന്റെ ഓരോ കടിഞ്ഞൂൽ കുട്ടിയെയും കർത്താവിനായി നീ സമർപ്പിക്കണം. ആൺകുട്ടികൾ കർത്താവിൻ്റെതായിരിക്കും. എന്നാൽ കഴുതയുടെ ഓരോ കടിഞ്ഞൂലിനെയും ഒരു മുട്ടാടിൻ കുട്ടിയെ കൊണ്ട് നിനക്ക് വീണ്ടെടുക്കാം. വീണ്ടെടുക്കുന്നില്ലെങ്കിൽ നീ അതിന്റെ കഴുത്തൊടിക്കണം. നിന്റെ പുത്രന്മാരിൽ ഓരോ കടിഞ്ഞൂലിനെയും നീ വീണ്ടെടുക്കണം. ഇതെന്താണെന്ന് നാളെ നിന്റെ മകൻ നിന്നോട് ആരാഞ്ഞാൽ നീ അവനോട് പറയണം: അടിമകളുടെ ഭവനമായ ഈജിപ്തിൽ നിന്ന് കർത്താവാണ് കരബലത്താൽ നമ്മെ പുറത്തു കൊണ്ടുവന്നത്. നമ്മെ വിട്ടയക്കാൻ ഫറവോ വൈമനസ്യം കാണിച്ചപ്പോൾ ഈജിപ്ത് ദേശത്തെ മനുഷ്യ കടിഞ്ഞൂൽ മുതൽ മൃഗക്കടിഞ്ഞൂൽ വരെ സകല ആദിജാതരെയും കർത്താവ് സംഹരിച്ചു. അതുകൊണ്ടാണ് ഗർഭപാത്രം തുറക്കുന്ന എല്ലാ ആൺകുഞ്ഞുങ്ങളെയും ഞാൻ കർത്താവിന് ബലിയർപ്പിക്കുന്നതും എന്റെ പുത്രന്മാരുടെ ഓരോ ആദിജാതനെയും ഞാൻ വീണ്ടെടുക്കുന്നതും. ഇത് നിന്റെ ഭുജത്തിൽ ഒരടയാളവും നിന്റെ കണ്ണുകൾക്കിടയിൽ ഒരു നെറ്റിനാടയുമായി ഭവിക്കും. എന്തെന്നാൽ കർത്താവാണ് കരബലത്താൽ നമ്മെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത്. ഫറവോ ജനത്തെ വിട്ടയച്ചപ്പോൾ ഫിലിസ്തീനയുടെ ദേശത്തിന്റെ വഴി അടുത്തായിരുന്നിട്ടും അതിലൂടെയല്ല ദൈവം അവരെ നയിച്ചത്. കാരണം യുദ്ധം കാണുമ്പോൾ ജനം മനസ്സ് മാറ്റി ഈജിപ്തിലേക്ക് മടങ്ങിയേക്കുമോ എന്ന് ദൈവം ശങ്കിച്ചു. ദൈവം ജനത്തെ മരുപ്പാതയിലൂടെ ചെങ്കടലിലേക്ക് തിരിച്ചുവിട്ടു. യുദ്ധസജ്ജരായാണ് ഇസ്രായേലിൽ ഈജിപ്ത് ദേശത്ത് നിന്ന് പോന്നത്. മോശ ജോസഫിന്റെ അസ്ഥികളും തന്നോടൊപ്പം എടുത്തു. എന്തെന്നാൽ ജോസഫ് ഇസ്രായേലിനെ കൊണ്ട് ഇപ്രകാരം ദൃഢപ്രതിജ്ഞ ചെയ്യിച്ചിരുന്നു: ദൈവം തീർച്ചയായും നിങ്ങളെ സന്ദർശിക്കും. അപ്പോൾ നിങ്ങൾക്കൊപ്പം എന്റെ അസ്ഥികളും ഇവിടെ നിന്ന് കൊണ്ടുപോകണം. അവർ സുക്കോത്തിൽ നിന്ന് നീങ്ങി മരുഭൂമിയുടെ അതിർത്തിയിലുള്ള ഏത്താമിൽ തങ്ങി. അവർക്ക് രാവും പകലും സഞ്ചരിക്കത്തക്ക വിധം വഴി നയിക്കാൻ പകൽ ഒരു മേഘസ്തംഭത്തിലും പ്രകാശമാകേണ്ടതിന് രാത്രി ഒരു അഗ്നിസ്തംഭത്തിലും അവർക്ക് മുമ്പേ കർത്താവ് സഞ്ചരിച്ചിരുന്നു. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും ജനത്തിന്റെ മുമ്പിൽ നിന്ന് വിട്ടകന്നില്ല. പുറപ്പാട് അധ്യായം 14. കർത്താവ് മോശയോട് ഇപ്രകാരം നിർദ്ദേശിച്ചു: പിന്തിരിഞ്ഞ് പിഹഹിറോത്തിന് മുമ്പിൽ മിഗ്ദോലിനും കടലിനും മധ്യേ പാളയമടിക്കാൻ ഇസ്രായേലരോട് പറയുക. ബാൽസെഫാനിന് മുമ്പിൽ അതിന്റെ എതിർവശത്തായി കടപ്പുറത്താണ് നിങ്ങൾ തങ്ങേണ്ടത്. അപ്പോൾ ഫറവോ ഇസ്രായേലിനെ കുറിച്ച് പറയും: അവർ നാട്ടിൽ ഉഴലുകയാണ്, മരുഭൂമി അവരെ കുടുക്കിയിരിക്കുന്നു. ഫറവോയുടെ ഹൃദയം ഞാൻ കഠിനമാക്കും. അവൻ ഇസ്രായേലിനെ പിന്തുടരുകയും ചെയ്യും. അങ്ങനെ ഫറവോയിലൂടെയും അവന്റെ സകല സൈന്യത്തിലൂടെയും ഞാൻ മഹത്വം നേടും. ഞാനാണ് കർത്താവെന്ന് ഈജിപ്തുകാർ അറിയും. അവർ അങ്ങനെ പ്രവർത്തിച്ചു. ജനം പലായനം ചെയ്തെന്ന് ഈജിപ്ത് രാജാവിന് വിവരം കിട്ടിയപ്പോൾ ജനത്തോടുള്ള ഫറവോയുടെയും അവന്റെ സേവകരുടെയും മനോഭാവം മാറി. അവർ പറഞ്ഞു: നാം എന്താണ് ചെയ്തത്? നമുക്ക് അടിമവേല ചെയ്യുന്നതിൽ നിന്ന് ഇസ്രായേൽക്കാരെ നാം വിട്ടയച്ചല്ലോ. അവൻ തന്റെ രഥം പൂട്ടി ജനത്തെ തന്നോടൊപ്പം കൂട്ടി. തിരഞ്ഞെടുക്കപ്പെട്ട 600 രഥങ്ങളും ഈജിപ്തിലെ എല്ലാ രഥങ്ങളും അവയ്ക്കെല്ലാം മേൽ നായകന്മാരെയും അവൻ കൂടെ കൂട്ടി. ഈജിപ്ത് രാജാവായ ഫറവോയുടെ ഹൃദയം കർത്താവ് കഠിനമാക്കി. അവൻ ഇസ്രായേലിനെ പിന്തുടർന്നു. ഇസ്രായേലരാകട്ടെ വീര്യത്തോടെ പുറപ്പെടുകയായിരുന്നു. ഈജിപ്തുകാർ അവരെ അനുധാവനം ചെയ്തു.
ഫറവോയുടെ സകല കുതിരയും തേരും അവന്റെ കുതിരപ്പടയാളികളും സൈന്യവും കടൽ തീരത്ത് ബാൽസെഫോനിന്റെ എതിർവശത്ത് പിഹഹിറോത്തിൽ തങ്ങുകയായിരുന്ന അവരുടെ ഒപ്പം എത്തിച്ചേർന്നു. ഫറവോ സമീപിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇസ്രായേല്യർ കണ്ണുകൾ ഉയർത്തി. ഇതാ ഈജിപ്ത് തങ്ങൾക്ക് പിന്നാലെ നീങ്ങുന്നു. അവർ ഏറെ ഭയപ്പെട്ടു. ഇസ്രായേല്യർ കർത്താവിനോട് നിലവിളിച്ചു. അവർ മോശയോട് ചോദിച്ചു, ഈജിപ്തിൽ ശവക്കുഴികളില്ലാഞ്ഞിട്ടാണോ മരിക്കാനായി നീ ഞങ്ങളെ മരുഭൂമിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്? ഈജിപ്തിൽ നിന്ന് ഞങ്ങളെ പുറത്തു കൊണ്ടുവന്നതിലൂടെ നീ ഞങ്ങളോട് എന്താണ് ചെയ്തിരിക്കുന്നത്? ഈജിപ്തുകാരെ സേവിക്കാനായി ഞങ്ങളെ തനിയെ വിട്ടേക്കുവെന്ന് ഈജിപ്തിൽ വെച്ച് ഞങ്ങൾ നിന്നോട് പറഞ്ഞ കാര്യം ഇത് തന്നെയല്ലേ? തീർച്ചയായും മരുഭൂമിയിൽ മരിക്കുന്നതിനേക്കാൾ ഞങ്ങൾക്ക് മെച്ചം ഈജിപ്തുകാർക്ക് അടിമവേല ചെയ്യുകയായിരുന്നു. മോശ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിന്ന് കർത്താവിന്റെ രക്ഷ കാണുവിൻ. അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് അത് ചെയ്യും. നിങ്ങൾ ഇന്ന് കാണുന്ന ഈജിപ്തുകാരെ ഇനി ഒരിക്കലും നിങ്ങൾക്ക് കാണേണ്ടി വരികയില്ല. തീർച്ച കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. കർത്താവ് മോശയോട് അരുളി ചെയ്തു, നീ എന്തിനെന്നോട് നിലവിളിക്കുന്നു? ഇസ്രായേലിയരോട് മുമ്പോട്ട് നീങ്ങാൻ നിർദ്ദേശിക്കുക. നിന്റെ വടി ഉയർത്തി കടലിന് മീതെ കൈനീട്ടി അതിനെ വിഭജിക്കുക. അപ്പോൾ ഇസ്രായേല്യർ കടലിന് നടുവെ വരണ്ട നിലത്തിലൂടെ കടന്നുപോകും. ഇതാ ഞാൻ ഈജിപ്തുകാരുടെ ഹൃദയം കഠിനമാക്കുകയാണ്. അവർ അവരുടെ പിന്നാലെ വരും. അങ്ങനെ ഫറവോയിലൂടെയും അവന്റെ സകല സൈന്യം, തേര്, കുതിരപ്പടയാളികൾ എന്നിവരിലൂടെയും ഞാൻ മഹത്വം വരിക്കും. ഫറവോയിലൂടെയും അവന്റെ രഥത്തിലൂടെയും അശ്വസേനയിലൂടെയും ഞാൻ മഹത്വം വരിക്കുമ്പോൾ ഞാനാണ് കർത്താവെന്ന് ഈജിപ്തുകാർ അറിയും. ഇസ്രായേൽ പാളയത്തിന് മുമ്പേ സഞ്ചരിച്ചിരുന്ന ദൈവദൂതൻ നീങ്ങി അവരുടെ പിന്നാലെ സഞ്ചരിച്ചു തുടങ്ങി. മേഘസ്തംഭവും അവരുടെ മുമ്പിൽ നിന്ന് നീങ്ങി അവരുടെ പിന്നിലായി വന്നു നിന്നു. അവിടുന്ന് ഈജിപ്ത് പാളയത്തിന്റെയും ഇസ്രായേൽ പാളയത്തിന്റെയും ഇടയിൽ വന്നു. മേഘവും ഇരുട്ടുമുണ്ടായി. അവിടുന്ന് രാത്രിയെ പ്രകാശിപ്പിച്ചു. രാത്രി മുഴുവൻ ഒരു കൂട്ടർക്ക് മറ്റവരെ സമീപിക്കാനായില്ല. മോശ കടലിന് മീതെ കൈനീട്ടി. കർത്താവ് രാത്രി മുഴുവൻ ശക്തമായ ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ ഇളക്കി. അവിടുന്ന് കടലിനെ വരണ്ട നിലമാക്കുകയും ചെയ്തു. അങ്ങനെ വെള്ളം വിഭജിക്കപ്പെട്ടു. ഇസ്രായേല്യർ ഉണങ്ങിയ നിലത്ത് കടലിന് നടുവേ നടന്നുപോയി. അവരുടെ വലത്തും ഇടത്തും വെള്ളം അവർക്ക് മതിലായി തീർന്നു. ഈജിപ്തുകാർ പിന്തുടർന്നു. ഫറവോയുടെ സകല കുതിരയും അവന്റെ രഥവും അശ്വസൈന്യവും അവരുടെ പിന്നാലെ കടലിന്റെ നടുവിലേക്ക് ചെന്നു. പുലരിയുടെ യാമത്തിൽ കർത്താവ് അഗ്നിയുടെയും മേഘത്തിന്റെയും സ്തംഭത്തിൽ നിന്ന് ഈജിപ്ത് പാളയത്തിലേക്ക് നോക്കി. അവിടുന്ന് ഈജിപ്ത് പാളയത്തെ പരിഭ്രാന്തമാക്കി. അവിടുന്ന് അവന്റെ രഥങ്ങളുടെ ചക്രം വേർപെടുത്തി. തന്മൂലം അവനതേറെ പണിപ്പെട്ടാണ് തെളിച്ചത്. അപ്പോൾ ഈജിപ്ത് പറഞ്ഞു, ഇസ്രായേലിന്റെ മുമ്പിൽ നിന്ന് ഞാൻ രക്ഷപ്പെടട്ടെ. എന്തെന്നാൽ കർത്താവ് അവർക്ക് വേണ്ടി ഈജിപ്തിനെതിരെ യുദ്ധം ചെയ്യുകയാണ്. അപ്പോൾ കർത്താവ് മോശയോട് കൽപ്പിച്ചു, വെള്ളം ഈജിപ്തിന്റെ മേലും അവന്റെ രഥത്തിന്റെയും അശ്വസേനയുടെയും മേലും മടങ്ങി വരേണ്ടതിന് നിന്റെ കരം കടലിന് മീതെ നീട്ടുക. മോശ കടലിന് മീതെ കൈനീട്ടി. പ്രഭാതത്തോടെ കടൽ അതിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങി. ഈജിപ്തുകാർ തിരിഞ്ഞോടിയത് അതിനെ എതിരേൽക്കാനായിരുന്നു. അങ്ങനെ കർത്താവ് കടലിന്റെ നടുവിൽ ഈജിപ്തുകാരെ കശക്കി. കടലിൽ അവരുടെ പിന്നാലെ വരികയായിരുന്ന ഫറവോയുടെ സൈന്യം മുഴുവനും പെട്ട തേരിനെയും കുതിരപ്പടയാളികളെയും വെള്ളം തിരിച്ചെത്തി മൂടിക്കളഞ്ഞു. അവരിൽ ഒരുവൻ പോലും അവശേഷിച്ചില്ല. എന്നാൽ ഇസ്രായേല്യർ ഉണങ്ങിയ നിലത്ത് കടലിന് നടുവേ നടന്നു. അവരുടെ വലത്തും ഇടത്തും വെള്ളം അവർക്ക് മതിലായി തീർന്നു. അങ്ങനെ ആ ദിവസം കർത്താവ് ഇസ്രായേലിനെ ഈജിപ്തിന്റെ കരത്തിൽ നിന്ന് രക്ഷിച്ചു. മരിച്ചു കിടക്കുന്ന ഈജിപ്തുകാരെ ഇസ്രായേൽക്കാർ കടൽ തീരത്ത് കണ്ടു. കർത്താവ് ഈജിപ്തിൽ പ്രകടമാക്കിയ മഹാഭുജം ഇസ്രായേൽക്കാർ കണ്ടു. ജനം കർത്താവിനെ ഭയപ്പെട്ടു. കർത്താവിലും അവിടുത്തെ ദാസനായ മോശയിലും അവർ വിശ്വസിക്കുകയും ചെയ്തു. ലേവ്യർ അധ്യായം 10. അഹറോന്റെ പുത്രന്മാരായ നാദാബും അബീഹുവും അവനവന്റെ ധൂപകലശമെടുത്ത് തീ കൊളുത്തി അതിന്മേൽ ധൂപവസ്തു ഇട്ട് അവരോട് കർത്താവ് കൽപ്പിച്ചിട്ടില്ലാതിരുന്ന നിഷിദ്ധാഗ്നി അവിടുത്തെ മുമ്പിൽ സമർപ്പിച്ചു. അതിനാൽ കർത്തൃസന്നിധിയിൽ നിന്ന് അഗ്നി പുറപ്പെട്ടവരെ വിഴുങ്ങി. അങ്ങനെ അവർ കർത്തൃസന്നിധിയിൽ മൃതിപ്പെട്ടു. അതേപ്പറ്റി കർത്താവ് പ്രസ്താവിച്ചിരിക്കുന്നത് ഇപ്രകാരമാണെന്ന് അപ്പോൾ മോശ അഹറോനോട് പറഞ്ഞു, എന്നെ സമീപിക്കുന്നവരാൽ ഞാൻ പരിശുദ്ധരെന്ന് ഉദ്ഘോഷിക്കപ്പെടും. സർവ്വജനത്തിനു മുമ്പാകെ ഞാൻ മഹത്വീകരിക്കപ്പെടും. അഹറോൻ നിശബ്ദത പൂണ്ടു. മോശ അഹറോന്റെ ബന്ധുവായ ഉസിയേലിന്റെ പുത്രന്മാർ മിഷായേലിനെയും എൽസഫാനെയും വിളിച്ച് അവരോട് പറഞ്ഞു, അടുത്തു വരുവിൻ. നിങ്ങളുടെ സഹോദരന്മാരെ വിശുദ്ധ സ്ഥലത്തിന് മുമ്പിൽ നിന്ന് പാളയത്തിന് പുറത്തേക്ക് ചുമന്നു കൊണ്ടുപോകുവിൻ. മോശ നിർദ്ദേശിച്ചതുപോലെ അവർ അടുത്തു വന്ന് അവരുടെ കുപ്പായങ്ങളിൽ തന്നെ അവരെ പാളയത്തിന്റെ പുറത്തേക്ക് കൊണ്ടുപോയി. അനന്തരം മോശ അഹറോനോടും അവന്റെ പുത്രന്മാരായ എലയാസറിനോടും ഇത്താമറിനോടും പറഞ്ഞു, നിങ്ങൾ മരിക്കാതിരിക്കാനും സമൂഹം മുഴുവന്റെയും മേൽ അവിടുന്ന് കുപിതനാകാതിരിക്കാനും നിങ്ങളുടെ ശിരസ്സുകൾ നഗ്നമാക്കുകയോ വസ്ത്രങ്ങൾ കീറുകയോ അരുത്. എന്നാൽ നിങ്ങളുടെ സഹോദരങ്ങളായ ഇസ്രായേൽ ഭവനം മുഴുവനും കർത്താവ് ജ്വലിപ്പിച്ച അഗ്നിജ്വലനത്തെക്കുറിച്ച് വിലപിച്ചു കൊള്ളട്ടെ.
നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് സമാഗമ കൂടാരവാതിൽക്കൽ നിന്ന് പുറത്തു പോകരുത്. കാരണം കർത്താവിന്റെ അഭിഷേക തൈലം നിങ്ങളുടെ മേലുണ്ട്. മോശയുടെ വാക്കനുസരിച്ച് അവർ പ്രവർത്തിച്ചു. കർത്താവ് അഹരോനോട് ഇപ്രകാരം നിർദ്ദേശിച്ചു: നീയും നിന്റെ കൂടെയുള്ള നിന്റെ പുത്രന്മാരും സമാഗമ കൂടാരത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ മരിക്കാതിരിക്കാൻ വീഞ്ഞോ ലഹരിപാനീയങ്ങളോ കുടിക്കരുത്. നിങ്ങളുടെ തലമുറകൾക്കുള്ള ഈ ശാശ്വത ചട്ടം വിശുദ്ധിയുള്ളതും പൊതുവായതും തമ്മിലും മലിനവും ശുദ്ധവും തമ്മിലും വേർതിരിക്കാനും മോശ വഴി കർത്താവ് അവരോട് കൽപ്പിച്ച ചട്ടങ്ങളെല്ലാം ഇസ്രായേലിനെ പഠിപ്പിക്കാനും വേണ്ടിയാണ്. മോശ അഹരോനോടും അവന്റെ ശേഷിച്ച 2 പുത്രന്മാരായ എലയാസറിനോടും ഇത്താമറിനോടും പ്രസ്താവിച്ചു: കർത്താവിനുള്ള അഗ്നിയിലുള്ള അർപ്പണങ്ങളിൽ അവശേഷിച്ച ധാന്യയാഗവസ്തു എടുത്ത് ബലിപീഠത്തിന് സമീപം വെച്ച് അത് പുളിപ്പില്ലാത്ത അപ്പമായി നിങ്ങൾ ഭക്ഷിക്കുവിൻ. കാരണം അത് അതിവിശുദ്ധ വസ്തുവാണ്. വിശുദ്ധമായൊരു സ്ഥലത്ത് നിങ്ങൾ അത് ഭക്ഷിക്കണം. കാരണം അത് കർത്താവിനുള്ള അഗ്നിയിലുള്ള അർപ്പണങ്ങളിൽ നിന്ന് നിന്റെ വിഹിതവും നിന്റെ പുത്രന്മാരുടെ വിഹിതവുമാണ്. ഇങ്ങനെ തന്നെയാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ നീരാജന നെഞ്ചും കാണിക്കക്കുറകും ശുദ്ധിയുള്ള ഒരു സ്ഥലത്ത് നീയും നിന്നോടൊപ്പമുള്ള നിന്റെ പുത്രന്മാരും പുത്രികളും ഭക്ഷിച്ചുകൊള്ളുവിൻ. കാരണം ഇസ്രായേലിയരുടെ സമാധാന ബലികളിൽ നിന്ന് നിന്റെ വിഹിതവും നിന്റെ മക്കളുടെ വിഹിതവും നൽകപ്പെട്ടിരിക്കുന്നു. കാണിക്കക്കുറകും നീരാജന നെഞ്ചും മേധസ്സുകളുടെ അഗ്നി അർപ്പണങ്ങളുടെ മേൽ കർത്തൃസന്നിധിയിൽ നീരാജനമായി ഒഴിയാനാണ് അവർ കൊണ്ടുവരുന്നത്. അതൊരു ശാശ്വത വിഹിതമായി നിനക്കും നിന്നോടൊപ്പമുള്ള മക്കൾക്കുമുള്ളതാണ്. കർത്താവ് കൽപ്പിച്ചതുപോലെയാണിത്. അനന്തരം പാപമുക്തി യാഗത്തിന്റെ കോലാടിനെ കുറിച്ച് മോശ ചുഴിഞ്ഞന്വേഷിച്ചു. ഇതാ, അത് ദഹിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവൻ അഹരോന്റെ ശേഷിച്ച പുത്രന്മാരായ എലയാസറിനോടും ഇത്താമറിനോടും ഇപ്രകാരം ക്ഷുഭിതനായി: നിങ്ങൾ എന്തുകൊണ്ട് പാപമുക്തിക്കുള്ള യാഗമൃഗത്തെ വിശുദ്ധ സ്ഥലത്ത് വെച്ച് ഭക്ഷിച്ചില്ല? അത് അതിവിശുദ്ധ വസ്തുവായിരുന്നല്ലോ. കർത്തൃസന്നിധിയിൽ സമൂഹത്തിനായി പരിഹാരമനുഷ്ഠിക്കാൻ അവരുടെ കുറ്റം സമ്മോഹിക്കുന്നതിനായി അവിടുന്ന് അത് നിങ്ങൾക്ക് നൽകിയതായിരുന്നു. ഇതാ, അതിന്റെ രക്തം ഉള്ളിൽ വിശുദ്ധ സ്ഥലത്തേക്ക് കൊണ്ടുവരപ്പെട്ടില്ല. ഞാൻ കൽപ്പിച്ചിരുന്നതുപോലെ വിശുദ്ധ സ്ഥലത്ത് നിങ്ങൾ അത് തീർച്ചയായും ഭക്ഷിക്കേണ്ടതായിരുന്നു. അഹരോൻ മോശയോട് സംസാരിച്ചു: ഇതാ, ഇന്ന് അവർ തങ്ങളുടെ പാപമുക്തിയാഗവും ഹോമയാഗവും കർത്തൃസന്നിധിയിൽ സമർപ്പിച്ചിരിക്കുന്നു. എന്നിട്ടും ഇങ്ങനെയൊക്കെ എനിക്ക് സംഭവിച്ചിരിക്കുന്നു. ഇന്ന് ഞാൻ പാപമുക്തിയാഗം ഭക്ഷിച്ചിരുന്നെങ്കിൽ കർത്താവിന്റെ ദൃഷ്ടികളിൽ അത് നല്ലതാകുമായിരുന്നോ? ഇത് മോശ കേട്ടു. അവന്റെ ദൃഷ്ടികളിൽ അത് നന്നായിരുന്നു. സങ്കീർത്തനങ്ങൾ 53. ഗായക നേതാവിന് വീണാനാദത്തോടെ ദാവീദിന്റെ പ്രബോധന ഗീതം. ദൈവം ഇല്ല എന്ന് ഭോഷൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ ദുഷിച്ചിരിക്കുന്നു, മ്ലേച്ഛമായി പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്ന ആരുമില്ല. ദൈവത്തെ തേടുന്ന ധിഷണാശാലിയുണ്ടോ എന്ന് കാണാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യമക്കളെ നിരീക്ഷിക്കുന്നു. ഓരോരുത്തരും വഴിമാറി ഒന്നുപോലെ വഷളായി. നന്മ ചെയ്യുന്ന ആരുമില്ല, ഒരുവൻ പോലുമില്ല. ദുഷ്കർമ്മികൾ അറിയുന്നില്ലേ? എന്റെ ജനത്തെ ഭക്ഷിക്കുന്നവർ അപ്പം തിന്നുന്നു. ഇവർ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നില്ല. ഭയം വേണ്ടാത്തടുത്ത് അവർ ഭയവിവശരായി. എന്തെന്നാൽ നിന്നെ ഉപരോധിച്ചവന്റെ അസ്ഥികൾ ദൈവം ചിതറിച്ചു. അവർ ലജ്ജിതരായി. ദൈവം അവരെ കൈവെടിഞ്ഞു. തീർച്ച ഇസ്രായേലിന്റെ രക്ഷ സിയോനിൽ നിന്നുണ്ടായെങ്കിൽ, ദൈവം തന്റെ ജനത്തിന്റെ അടിമത്തം നീക്കുമ്പോൾ യാക്കോബ് ആനന്ദിക്കും, ഇസ്രായേൽ സന്തോഷിക്കും. പ്രിയമുള്ളവരെ, 35-ാമത്തെ ദിവസത്തിലേക്ക് ദൈവമായ കർത്താവ് നമ്മെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു. ആദ്യജാതന്മാർ കൊല്ലപ്പെടുകയും ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ നിന്ന് പുറത്തു കടക്കുകയും ചെയ്യുന്നതാണ് നാം വായിച്ചത്. ആദ്യജാതന്മാരെല്ലാം ദൈവത്തിന് സമർപ്പിക്കപ്പെടേണ്ടതാണ് എന്ന ഒരു നിയമം ഇവിടെ നാം കാണുന്നു. ഒരല്പം കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ദൈവം തന്റെ ജനതയോട് ആദ്യം ഇടപെട്ട വിധം അനുസരിച്ച് ഓരോ കുടുംബത്തിലെയും ആദ്യജാതന്മാരായിരുന്നു പുരോഹിതന്മാർ. എന്നാൽ പിന്നീട് സീനായി മലയുടെ അടിവാരത്തിൽ വെച്ച് കാളക്കുട്ടിയെ ആരാധിച്ചതിന് ശേഷം ഈ ദൈവിക നിയമത്തിൽ മാറ്റം വരികയും ലേവ്യർ പുരോഹിതരായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുന്നു. എങ്കിലും ദൈവത്തിന് സമർപ്പിക്കപ്പെടേണ്ടിയിരുന്ന ആദ്യജാതന്മാരെ അവർ വീണ്ടെടുക്കണം എന്ന ഒരു നിയമം ദൈവം അവർക്ക് നൽകിയിരുന്നു. ഈജിപ്തിലെ ആദ്യജാതന്മാരെ സംഹരിച്ച് ഇസ്രായേൽ മക്കളെ വീണ്ടെടുത്തതിന്റെ ഓർമ്മയ്ക്കായി ആയിരുന്നു ആദ്യജാതന്മാർ ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടവർ എന്ന നിയമം ദൈവം കൽപ്പിച്ച് കൊടുത്തത്. നാം വായിച്ചതുപോലെ ഈജിപ്തിലെ ആദ്യജാതന്മാർ ആ രാത്രിയിൽ കൊല്ലപ്പെട്ടു. ഓരോ വീട്ടിൽ നിന്നും നിലയ്ക്കാത്ത നിലവിളികൾ ഉയർന്ന ആ ഭയാനക രാത്രിയിൽ എത്രയും വേഗം ഈജിപ്ത് വിട്ടുപോകാൻ ഫറവോ ദൈവത്തിന്റെ ജനത്തോട് ആവശ്യപ്പെട്ടു. പക്ഷേ പുലരിയായപ്പോഴേക്കും അയാളുടെ ദുഃഖം ക്രോധമായി മാറി. തന്റെ സൈന്യത്തെ ഒരുമിച്ച് കൂട്ടി ചെങ്കടലിന്റെ ദിശയിലേക്ക് പുറപ്പെട്ടു തുടങ്ങിയ ഹെബ്രായർക്ക് പിന്നാലെ ഫറവോ പാഞ്ഞു ചെല്ലുകയാണ്. ഇവിടെയാണ് ദൈവം തന്റെ ജനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നത്.
രാത്രി മുഴുവൻ തന്റെ ജനത്തെ ഒരു മേഘം കൊണ്ട് ഫറവോയിൽ നിന്ന് ദൈവം മറച്ചു പിടിച്ചു. ഈജിപ്തിലെ സൈന്യം മുഴുവൻ ചെങ്കടലിൽ മുങ്ങി മരിച്ചു. വെള്ളത്തിലൂടെ തന്റെ ജനത്തെ വിമോചനത്തിന്റെ മറുകര എത്തിക്കുന്ന മോശ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ടവനെന്ന തന്റെ പേരിനെ അന്വർത്ഥമാക്കുകയും ചെയ്തു. മതബോധന ഗ്രന്ഥം 1094 ഖണ്ഡിക അനുസരിച്ച് ചെങ്കടലിലൂടെയുള്ള പഴയ നിയമ ജനതയുടെ രക്ഷ പുതിയ നിയമത്തിലെ ജ്ഞാനസ്നാന ജലത്തിലൂടെയുള്ള രക്ഷയെ മുൻകൂട്ടി സൂചിപ്പിക്കുന്നു. ഒരു കാര്യം തിരിച്ചറിയണം, ചെങ്കടല് കടക്കുന്നതിന് മുൻപുള്ള ജനതയായിരുന്നില്ല ചെങ്കടലിൽ നിന്ന് പുറത്തു വന്ന ജനത. ഓരോ സങ്കീർണമായ സഹന അനുഭവങ്ങൾക്കും ഒടുവിൽ നമ്മുടെ ജീവിതത്തിന്റെ ആഴവും കനവും പക്വതയും ഒരുപാട് വർദ്ധിക്കാൻ ദൈവം ഇടയാക്കുന്നുണ്ട്. മുൻപിലും പിൻപിലും ഇടത്തും വലത്തും രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലാതെ പതറി നിന്നെടുത്ത് അവർ മുകളിലേക്ക്, അതായത് ദൈവത്തിലേക്ക് നോക്കാൻ പഠിച്ചു. ദൈവത്തിലേക്ക് നോക്കാൻ മാത്രമല്ല, വിശ്വാസത്തിന്റെ വടി നീട്ടി അലറിയാർക്കുന്ന ഒരു മഹാസമുദ്രത്തെ, അതായത് തങ്ങളുടെ കൺമുമ്പിലെ ഈ പ്രതികൂലത്തെ, ഈ പ്രതിസന്ധിയെ അതിജീവിക്കാനും അവർ പഠിച്ചു. ഈ ക്ലേശക്കടൽ കടന്ന് അപ്പുറമെത്തുമ്പോൾ തങ്ങൾക്ക് ഒരു വലിയ ദൈവമുണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞു. നമ്മൾ അറിയണം, ഓരോ സഹനത്തിന്റെയും കണ്ണീരനുഭവങ്ങളുടെയും ഒടുവിൽ ദൈവം നമ്മെ കൂടുതൽ കൂടുതൽ ദൈവാശ്രയമുള്ളവരാക്കി മാറ്റുന്നുണ്ട്, കരുത്തരാക്കി രൂപാന്തരപ്പെടുത്തുന്നുണ്ട്. ദൈവം മോശയോടും ഇസ്രായേൽ ജനതയോടും പറഞ്ഞ ആ ശക്തിപ്പെടുത്തുന്ന, ആശ്വസിപ്പിക്കുന്ന വചനമുണ്ടല്ലോ, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. ലേവ്യരുടെ പുസ്തകത്തിൽ ദൈവാരാധനയെ നിസ്സാരമായി കണ്ട, ദൈവം അനുശാസിക്കുന്ന രീതികൾക്ക് വിരുദ്ധമായി സ്വന്തം ഇഷ്ടപ്രകാരം ധൂപവും അഗ്നിയും കുന്തിരുക്കവും സമർപ്പിക്കുന്ന, ദൈവം ആവശ്യപ്പെട്ട വിധത്തിലല്ലാതെ ദൈവാരാധനയെ ലാഘവ ബുദ്ധിയോടെ സമീപിക്കുന്ന അഹ്റോന്റെ പുത്രന്മാർക്ക് നേരെ ദൈവത്തിന്റെ ശിക്ഷാവിധിയുടെ അഗ്നി ഇറങ്ങി വരുന്നതായി നാം കാണുന്നത്. ആരാധിക്കാനായി ദൈവം രൂപപ്പെടുത്തിയ ഈ ജനത ദൈവാരാധനയിൽ വരുത്തിവെക്കുന്ന ഉദാസീനതകൾക്ക് കാലം കൊണ്ടും ജീവിതം കൊണ്ടും കണക്ക് കൊടുക്കേണ്ടി വരും എന്ന മുന്നറിയിപ്പ് കൂടി ആണ്. ഭക്ഷണം കഴിക്കുന്നത് പോലെയും ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യുന്നത് പോലെയും, ഒരുപക്ഷെ കുറെ കൂടി ആഴത്തിൽ പറഞ്ഞാൽ ശ്വസിക്കുന്നത് പോലെയും, അത്രമേൽ ഒരുപക്ഷെ അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ദൈവ ആരാധന. നമ്മുടെ ഇഷ്ടങ്ങൾക്കിണങ്ങിയ വിധത്തിലല്ല നാം ദൈവത്തെ ആരാധിക്കേണ്ടത്. ദൈവം എങ്ങനെ നാം ദൈവത്തെ ആരാധിക്കണമെന്ന് നമ്മോട് കൽപ്പിച്ചോ ആ വിധത്തിലാണ് നാം ദൈവത്തെ ആരാധിക്കേണ്ടത്. ദൈവമായ കർത്താവെ, ചെങ്കടലിന് മുമ്പിൽ പകച്ചുപോയ ഒരു ജനതയെ എത്ര കരുതലോടെയാണ് അങ്ങ് മറുകര എത്തിച്ചത്. ഞങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച് വ്യക്തതകളും ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ മുന്നോട്ട് നീങ്ങേണ്ട വഴികളെക്കുറിച്ച് പ്രകാശവുമില്ലാതെ ഞങ്ങള് പതറി നിൽക്കുന്ന സന്ദർഭങ്ങളിൽ എത്രയോ തവണയാണ് അവിടുന്ന് ഞങ്ങളെ കടല് പിളർന്ന് അക്കരെ എത്തിച്ചത്. വഴിയില്ലാത്തടുത്ത് വഴി വെട്ടുന്ന അങ്ങയുടെ മഹാകാരുണ്യത്തെ തിരിച്ചറിയാനായി ഞങ്ങളുടെ അവബോധങ്ങളെ വീണ്ടും പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഈ വചന വായനയിൽ പങ്കെടുത്ത നിങ്ങൾ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മുടക്കമില്ലാതെ നിങ്ങൾക്ക് ഈ വചന വായനയിൽ പങ്കെടുക്കാൻ കഴിയും. നാളെ വീണ്ടും ഈ വചന ശബ്ദത്തിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുവരെ സ്നേഹിക്കാനും പ്രാർത്ഥിക്കാനും നമ്മുടെ കർത്താവിനെ പങ്കുവെക്കാനും ഒരു നല്ല ദിവസം നിങ്ങൾക്ക് നേർന്നുകൊണ്ട് ഞാൻ ഡാനിയേൽ അച്ഛൻ. മഹത്വം ഈശോയ്ക്ക് മാത്രം. ബൈ ബൈ. ഗോഡ് ബ്ലെസ് യു.